വെല്ലുവിളിച്ച റീത്തയെ പൊളിച്ചടുക്കി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുംബൈയിലെ സ്റ്റാലിൻ്റെ അടുത്ത് റീത്തയാണെങ്കിൽ വളരെയധികം ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അലീനയെ പുറത്താക്കണം, അലീനയെ ഉപേക്ഷിക്കണമെന്ന് തന്നെയാണ് സ്റ്റാലിനോട് റീത്താമ്മ ആവശ്യപ്പെടുന്നത്. ഇവിടെ സ്റ്റാലിനാണെങ്കിൽ അലീനയെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്നും അലീന എൻ്റെ കൂടെ ഉണ്ടാകുമെന്നും അവളെ മകളായി ഞാൻ അംഗീകരിച്ച് കഴിഞ്ഞെന്നും നമ്മുടെ റീത്താമ്മയെ അറിയിക്കുകയാണ്. ഇതേ സമയം റീത്ത പറയുന്നുണ്ട്, അതെങ്ങനെയാ ശരിയാകുന്നത് സ്റ്റാലി, അത് ശരിയായ നടപടിയും കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ശരിയാവുകയുള്ളൂ. ഇനി ഞാൻ കാരണം എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വല്ല അധിക്ഷേപമോ ആക്ഷേപമോ ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾക്കെന്നെ ഉപേക്ഷിക്കാവുന്നതാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം അതത്ര നല്ല മറുപടിയൊന്നുമല്ലല്ലോ എന്ന് പറയുകയാണ് നമ്മുടെ റീത്ത. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാതിരി ചെയ്തോ, പക്ഷേ ഉണ്ടല്ലോ ആ പെണ്ണിനെ അധികം നാൾ ഇവിടെ നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയം റീത്താമ്മയെ വെല്ലുവിളിക്കാനാണെങ്കിൽ ഇവിടേക്ക് വരേണ്ടതില്ല. എൻ്റെ മകളെ ഒരിക്കലും ഞാൻ പുറത്താക്കാനായിട്ട് പോകുന്നില്ല. അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഈ നാണക്കേട് സഹിച്ച് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും നിൽക്കാൻ പറ്റില്ലെങ്കിൽ അവർക്ക് എന്നെ ഉപേക്ഷിച്ച് പോകാം. ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ് സ്റ്റാലി എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതേ സമയം റീത്തയാണെങ്കിൽ അലീനയെ കാണാനായിട്ട് പോവുകയാണെന്ന് കാണാം. അതായത് അലീനയാണെങ്കിൽ അവിടെ തൻ്റെ മുറിയിൽ ഇരിക്കുകയായും ബെഡ്റൂമിൽ. ഇതേ സമയമാണെങ്കിൽ സഹോദരിയാണ് ചെന്ന് മുറിയിൽ തട്ടുന്നത് എന്ന് കാണാം. ആദ്യമായിട്ട് സഹോദരിയെ പരിചയപ്പെടുകയാണ് അലീന എന്ന് കാണാൻ കഴിയും. പരസ്പരം പേര് പറയുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ പപ്പയുടെ മോളാണെന്ന് സഹോദരി പറയുമ്പോൾ ഞാനും ഇവിടുത്തെ പപ്പയുടെ മോള് തന്നെയാണ് എന്ന് അലീന പറയുന്നുണ്ട്. ആണോ എന്ന് ചോദിച്ച് സഹോദരിയാണെങ്കിൽ അലീനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും, സാധിക്കും. ഇങ്ങനെ ഇവർ വർത്തമാനം പറയുന്നതും അടുക്കുന്നതും നമ്മുടെ റീത്താമ്മയ്ക്ക് അത്ര വലിയ പിടിക്കുന്നൊന്നുമില്ല. റീത്തയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൈ പിടിച്ച് മാറ്റുന്നുണ്ട്. തുടർന്ന് സഹോദരിയെ, അതായത് റീത്താമ്മയുടെ സഹോദരിയുടെ മകളെ, സ്റ്റാലിൻ്റെ മകളെ റീത്താമ്മ കയ്യിൽ പിടിച്ച് വലിച്ച് അലീനയുടെ അടുത്ത് നിന്നും മാറ്റി നിർത്തുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് അലീന ചോദിക്കുന്നു. ഒരു കുഞ്ഞല്ലേ, ഒരു പെൺകുട്ടിയല്ലേ, എന്തിനാണ് ഇത്രയും ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നത് എന്ന് അലീന ചോദിച്ച് ദേഷ്യപ്പെടുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്ത പറയുന്നുണ്ട്, അതെ നീ എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും നിൽക്കേണ്ടതില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. എവിടെയോ പിഴച്ച് പെറ്റ് ഇവിടേക്ക് വന്നിട്ട് എന്നെ മര്യാദ പഠിപ്പിക്കാനായിട്ട് നോക്കണോ നീ? നിനക്ക് ഞാൻ 90 ദിവസം വരയിട്ടിട്ടുണ്ട്. ആ വരയ്ക്കുള്ളിൽ നീ ഇവിടെ നിന്ന് പോയിരിക്കുമെന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഈ പറയുന്നത് റീത്താമ്മയാണ്. റീത്താമ്മയുടെ കണക്ക് കൂട്ടൽ ഇതുവരെയും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയിട്ടില്ല എന്നും റീത്താമ്മ പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ട്, എങ്കിൽ റെഡി ആയിക്കോളൂ, ആ കണക്ക് കൂട്ടലൊക്കെ തീർച്ചയായും തെറ്റിയിരിക്കുമെന്ന് പറയുന്നു. എൻ്റെ പപ്പയുടെ മകളായി 90 ദിവസം കഴിയുമ്പോഴും താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അലീന റീത്തയോട് വെല്ലുവിളിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴേക്കും ഇതുപോലൊരു വൃത്തികെട്ട അച്ഛൻ ഈ ലോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടാനായിട്ട് തോന്നുമ്പോൾ എൻ്റെ പപ്പ എനിക്കെന്നും പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീന റീത്താമ്മയ്ക്ക് നേരെ കൊമ്പെടുക്കുമ്പോൾ, റീത്തേ നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ, എൻ്റെ മകളുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാതെ കണക്കിന് വാങ്ങിക്കൂട്ടണ്ടായി എന്ന് പറയുന്നത്
കാണാനായിട്ട് സാധിക്കും. അതിനു മുമ്പ് റീത്തിയാണെങ്കിൽ നമ്മുടെ അലീനയെ പറ്റി വൃത്തികേട് പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ അത് സഹിക്കുമോ? തൻ്റെ മകളെ താൻ സംരക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചാൽ ബാലചന്ദ്രനോട് മറുപടി പറയാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ ഇറങ്ങിപ്പോ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അധികം നിൻ്റെ തോന്നിയാസമൊന്നും ഇവിടെ വേണ്ട റീത്താമേ, ഇത് എൻ്റെ വീടാണെന്ന് സ്റ്റാലിൻ പറയുന്നതും ഒടുവിൽ റീത്താമ പോവാനായിട്ട് ഒരുങ്ങുമ്പോൾ റീത്താമയോട് നമ്മുടെ അലീന പറയുന്നുണ്ട്, എന്നെ പുറത്താക്കാനായിട്ട് നിങ്ങളെക്കൊണ്ട് എന്തായാലും സാധിക്കില്ല എന്നും 90 ദിവസത്തിന് അപ്പുറവും ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്നും അലീന പറയുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.